മുമ്പ് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അധികം ബിരിയാണി കുക്ക് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടില്ല. വെരി അൺഎക്സ്പെക്റ്റഡ്ലി എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്ന എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ബിരിയാണി ഉണ്ടാക്കുന്നത്. അന്ന് ഒരുവിധം ഷാൻജിയോൻ്റെ റെസിപ്പി നോക്കിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. ബട്ട് അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടൈം ആയപ്പോൾ ഞാൻ ബിരിയാണിനെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. മുമ്പൊക്കെ ട്രൈ ചെയ്തത് മലബാർ ബിരിയാണി ആണെങ്കിലും ഒരു തവണ ബാംഗ്ലൂരിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ അവിടുത്തെ ആമ്പൂർ ബിരിയാണി ട്രൈ ആക്കി. അതെൻ്റെ ഫാമിലിയിലെ സൂപ്പർ ഹിറ്റായിരുന്നു. ഒരാൾ നല്ല അഭിപ്രായം പറഞ്ഞതോടുകൂടി ഞാൻ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഈ ഒരു ആമ്പൂർ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ആ റെസിപ്പി വല്ലാതെ അങ്ങ് മടുപ്പായി. സോ ഞാൻ ഈ മലബാർ ബിരിയാണിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ അയക്കുറ ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡീപ് ഫ്രൈഡ് ബോൾഡ് എഗും കൂടി ഉണ്ട്. ആൻഡ് ദിസ് ഇസ് കോൾഡ് അട്ടപ്പാടി പപ്പഡ്. കാണുമ്പോൾ ഒരു വറവല് പോലെ തോന്നെങ്കിലും ഇത് പപ്പടാണ്. ഇത് മൊത്തത്തിലുണ്ടാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഒരു 45 മിനിറ്റ്സിൻ്റെ ഉള്ളിലാണ്. ഇന്ന് സ്പെഷ്യലായിട്ട് ഞാനിത് ഉണ്ടാക്കിയത് എൻ്റെ അജുന് വേണ്ടിയിട്ടാണ്. ആളിത് ഒത്തിരി എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ബിരിയാണിക്ക് ശേഷം എനിക്ക് ഡെസേർട്ട് നിർബന്ധമാണ്. സോ മെഴ്സലീസിൻ്റെ മാംഗോ ഐസ്ക്രീം